ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞ് അവന്തിക സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർ രണ്ടുപേരും ആകെ വിഷമത്തോടെ ഇരിക്കുകയാണെന്നൊക്കെ അവന്തിക പറയുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുകയാണ് സേതുവും. അതേസമയം അർച്ചനയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയതാണെന്ന് സച്ചി പറയുന്നു. തുടർന്ന് അവന്തിക പറഞ്ഞ കാര്യം സച്ചിയോടും അർച്ചനയോടും പറയുകയാണ് സേതു. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അച്ഛാ, നമുക്കറിയാലോ ഈ ദോഷത്തിന്റെ കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ ഈ വിവാഹം നടത്താൻ നോക്കിയാലും അത് മുടങ്ങത്തേയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ദോഷങ്ങളെല്ലാം മാറിയിട്ട് വിവാഹം നടത്തുന്നതായിരിക്കും നല്ലത്. തുടർന്ന് അവന്തികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അർച്ചന പറയുകയാണ്, ഏട്ടത്തിക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ. അനഘയും എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാ. എൻ്റെ സ്വന്തം അനിയത്തിയുടെ വിവാഹം നടത്താൻ ഞാൻ എന്താണെങ്കിലും മുൻകൈ എടുത്തിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഏട്ടത്തി വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു മുകളിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അർച്ചന അവന്തികയോട് പറയുകയാണ്, നിങ്ങൾ ഈ കാണിച്ച പണി ഇനി കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ കാലെ വാരി ഞാൻ ഭിത്തിയിലടിക്കും. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് താനെന്ന് അർച്ചനയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. എൻ്റെ പൈതൃകവും സംസ്കാരവും എന്നെ അതിന് അനുവദിക്കുന്നില്ല. നിങ്ങളെ എനിക്ക് പറ്റിയ പോരാളിയല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം ഒന്ന് നടത്തി കാണിക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത്രയും പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന സച്ചി അർച്ചനയുടെ ഡ്രസ്സെല്ലാം തന്റെ ഡ്രസ്സിന്റെ കൂടെ വെക്കുന്നതാണ്. അർച്ചന കയറി വരുമ്പോൾ സച്ചി പറയുകയാണ്, ഇനി മുതൽ നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഒരുമിച്ചായിരിക്കേണ്ടത്, രണ്ടിടത്തല്ല. ഇത് കേൾക്കുന്ന അർച്ചന കബോർഡ് തുറന്നു നോക്കുകയാണ്. തന്റെ ഡ്രസ്സും സച്ചിയുടെ ഡ്രസ്സും ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അച്ചുവിന് സന്തോഷമാകുന്നു. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് പിരിയുമെന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെ വക്കീൽ ഓഫീസിൽ ചെന്നപ്പോൾ എന്തു പറ്റി? എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായടോ, അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വേണം നമ്മൾ തിരിച്ചും ഇഷ്ടപ്പെടാൻ, അല്ലാതെ അർഹതയില്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ അവർ നമ്മളെ ദൂരേക്ക് വലിച്ചെറിയുകയുള്ളൂ. തുടർന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവുകയാണ്. സച്ചി തന്നോട് പ്രണയം തുറന്നു പറഞ്ഞതും സച്ചിയുമായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങളും ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന. തുടർന്ന് സച്ചി മുറിയിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ പഴയ മുറി വരെ ഒന്ന് പോയതാണെന്ന് സച്ചി പറയുമ്പോൾ അർച്ചനയുടെ മുഖം മാറുകയാണ്. തുടർന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മഞ്ഞ പട്ടുസാരി എടുത്ത് അർച്ചനയ്ക്ക് നേരെ നീട്ടിയിട്ട് സച്ചി പറയുകയാണ്, അന്ന് താൻ ഈ സാരി ഉടുത്തപ്പോൾ ഞാൻ തന്നോട് കൂടുതലായി ദേഷ്യപ്പെട്ടിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് ഇതുടുക്കാൻ ഏറ്റവും യോഗ്യയായിട്ടുള്ള ആള് താനാണെന്നാണ്. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് അന്ന് സച്ചി തന്നോട് ദേഷ്യപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. എനിക്ക് ഇത് വേണ്ട സച്ചിയേട്ടാ. അത് മറ്റൊന്നും കൊണ്ടല്ല സച്ചിയേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും തകർന്ന ദിവസവും സന്തോഷിച്ച ദിവസവും ഇന്നായിരിക്കും. നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ സച്ചിയേട്ടൻ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഈ സാരി സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കോളാം. അത്രയും നാള് എനിക്കിത് വേണ്ട. ഇനിയെന്നും സച്ചിയുടെ സ്വന്തമായിരിക്കും ഈ അർച്ചന. ഇത് കേൾക്കുന്ന സച്ചി സന്തോഷത്തോടെ അർച്ചനയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക നന്ദനെ കാണാനായി ചെന്നിരിക്കുകയാണ്. എന്താ, അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം നടന്നില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നും അർച്ചന അത് മുടക്കിയെന്നും നന്ദനോട് അവന്തിക പറയുന്നു. അർച്ചന എന്ന പേര് കേൾക്കുമ്പോഴേ നിന്റെ മുഖത്തെ ഭീതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഇനി എന്നെ കൊന്നാലും ഞാൻ സമാധാനമായി തന്നെ മരിക്കും. കാരണം നന്ദനില്ലെങ്കിലേ നെല്ലിശ്ശേരിയെ നോക്കാനായി അർച്ചനയുണ്ടല്ലോ, ആ ഒരു വിശ്വാസം തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയുടെ കാര്യം എങ്ങനെയെങ്കിലും സേതുവിനോടും അവന്തികയോടും പറയണമെന്ന് മാഷും കമലയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. അത് പിന്നെ ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ആതിരയുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾക്കല്പം സാവകാശം വേണം. അതെന്തിനാ മാഷേ? വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരനെ മാത്രം കണ്ടെത്തിയാൽ മതി. എൻ്റെ അനിയത്തിയെ സന്ദീപിനെ വല്ലാണ്ടങ്ങ് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ ആഗ്രഹം ഞാൻ ഏത് വിധേനയും നടത്തിക്കൊടുക്കും. അതിപ്പോ പണമായിട്ടാണെങ്കിലും പവറായിട്ടാണെങ്കിലും. അതുകൊണ്ട് ഈ വിവാഹം മുടക്കാനായി മുന്നിൽ നിൽക്കുന്ന അർച്ചനയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഉപകാരത്തിൻ്റെയൊക്കെ കടപ്പാടായിട്ട് ഇതങ്ങ് കൂട്ടിയാൽ മാത്രം മതി. എൻ്റെ വിശ്വാസത്തിന് നിങ്ങൾ മങ്ങലേൽപ്പിക്കാൻ നിൽക്കരുത്. എങ്ങനെയെങ്കിലും അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അത്രയും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് മാഷും കമലയും. തുടർന്ന് ഇറങ്ങാൻ നേരം അവന്തിക പറയുകയാണ്, ഞാനിന്നിവിടെ വന്നതും നിങ്ങളോട് സംസാരിച്ചതുമൊന്നും അർച്ചന അറിയണ്ട. നിങ്ങൾ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പ്രസവിക്കാത്ത അർച്ചനയെ സച്ചിക്ക് കൊടുത്ത കഥ എനിക്കും പറയേണ്ടി വരും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഞാൻ ചോദിച്ചതിനെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്
സേതു ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അച്ഛൻ എന്നോടൊന്നും തോന്നരുത്, എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല, എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രം മതി വിവാഹമെന്ന് സന്ദീപ് പറയുമ്പോൾ, എടാ ഈ വിവാഹം മുടങ്ങിയതിൽ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചതെന്ന് സേതുവും പറയുന്നു. തുടർന്ന് അർച്ചന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, അച്ഛന് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, അച്ഛൻ ഇവരുടെ രണ്ടുപേരുടെയും അഭിപ്രായം ചോദിക്കാതെയാണ് ഈ വിവാഹം ഉറപ്പിച്ചത്. അച്ഛന്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒന്നാകരുത്, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സന്ദീപും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന അനഘയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അങ്ങനെ സന്ദീപിന്റെ ജീവിതത്തിൽ നിന്നും ആതിര കുറച്ചൊക്കെ ഒഴിവായി തുടങ്ങിയിരിക്കുന്നു. ഇനി ആകെയുള്ളൊരു തടസ്സം സേതുമാധവന്റെ മെഡിക്കൽ റിപ്പോർട്ടും അതിന്റെ കോപ്പി അർച്ചനയുടെ കയ്യിലിരിക്കുന്നതുമാണ്. ഇത് വിധേനയും അതും കൂടി നശിപ്പിച്ചേ പറ്റുമെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന സന്ധ്യയും ഡോക്ടർ അബ്ദുൽ ഖാദറിനെയും കാണാൻ പോയിരിക്കുന്നതാണ്. ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം അർച്ചന അവരോട് നന്ദി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞങ്ങള് എങ്ങനെ അർച്ചനോട് നന്ദി പറയുമെന്ന് ഞങ്ങൾക്കറിയില്ല, എന്താണെങ്കിലും അർച്ചനയൊന്ന് സൂക്ഷിക്കണം, അവന്തിക ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, പിന്നെ അവന്തികയെ ശിക്ഷിക്കാനാണെങ്കിലും അവന്തികയിൽ നിന്നും രക്ഷിക്കാനാണെങ്കിലും ഞങ്ങൾ എപ്പോഴും അർച്ചനയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറയുകയാണ്. എന്തിനും ഒരു വിളിപ്പടകലെ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണമെന്ന് അർച്ചന പറയുമ്പോൾ അതിന് സമ്മതം പറയുകയാണ് ഡോക്ടർ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അവന്തിക വന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനൂപിനോടും മീരയോടും പറയുകയാണ് കമലയും മാഷും. അവന്തിക വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ ആതിരയെ ഇതിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കുമെന്നാ എനിക്കറിയാത്തതെന്ന് കമല പറയുമ്പോൾ മീര പറയുകയാണ്, അതിന് അവൾക്ക് ആലോചിക്കാനൊന്നും സാവകാശം കൊടുക്കരുത്, എത്രയും പെട്ടെന്ന് വിവാഹം ഉറപ്പിച്ച് വിവാഹം നടത്തണം, അത്ര തന്നെ. ഇത് കേൾക്കുന്ന എല്ലാവരും മീരയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.